ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ ഞങ്ങൾ ഒന്നാമത്തെ നോമ്പൊക്കെ തുറന്ന് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ് വരുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് 4 മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാ നല്ല മുറിക്കാത്ത ബീഫായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു മെനക്കെട്ട പണിയാണ്. കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഇത് ഇപ്പോൾ പഴയതുപോലെ നല്ല കത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് മുറിക്കാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്ന് മുറിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് പിന്നെ കുറേ കത്തി വെച്ചിട്ട് മുറിച്ച് കുറച്ച് അമ്മീനെ കൊണ്ട് പിടിച്ചിട്ട് മുറിപ്പിച്ച് എല്ലാം കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുറിച്ച് കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ബാക്കി കറിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിക്ക് വെച്ചതിന് ശേഷം ഓടി വന്ന് നിസ്കരിച്ചിട്ട് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അസറൊക്കെ നിസ്കരിച്ചതിൻ്റെ ശേഷം ബാക്കി ഇതാ വന്നിട്ട് ഉള്ളിയൊക്കെ വന്നിട്ടൊന്ന് മുറിച്ച് എടുക്കുകയാണ്. ഇത് ബീഫിലേക്കും ചിക്കൻ അതുപോലെ കറി വെക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ടാക്കുന്നതിലേക്കും വേണം. അങ്ങനെ എല്ലാത്തിനും കൂടെ ഉള്ള ഉള്ളിയാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഉള്ളി ഒരുമിച്ച് വഴറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ടൊന്ന് നല്ലപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു ബീഫ് കറി വെക്കുക, പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്ച്ചോറ് വെക്കുക, അതിലേക്ക് ചിക്കൻ കറി വെക്കുക. കറി ഒറ്റ നേരത്തേക്കൊന്നും കണക്കാക്കിയിട്ടൊന്നും അല്ല കേട്ടോ വെക്കുന്നത്. ചിലപ്പോൾ അത് പൊലച്ചക്കത്തെ ചോറിനും ഈ ഒരു കറി തന്നെയാണ് എടുക്കുക. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി പിറ്റേ ദിവസം വല്ല തേങ്ങ അരച്ചിട്ട് കറിയാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. ഒന്നും വേസ്റ്റാക്കി കളയലില്ല. പത്തിരിക്ക് ഇതാ ഞാൻ പൊടിയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഈ പത്തിരി കുഴൽ കൊണ്ടാണ് ഇതൊന്ന് വാട്ടിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. മറ്റേത് പിന്നെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ കുഴക്കുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഈ ഒരു കുഴൽ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മസാലയൊക്കെ ആക്കി വെച്ചിരുന്നു, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ 4 മണിക്ക് ശേഷം അടുക്കളയിലേക്ക് വന്നത് കൊണ്ട് തന്നെ പിന്നെ ഒക്കെ സ്പീഡിൽ ചെയ്തെടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന അത്ര സ്പീഡ് ഇല്ലെങ്കിലും കൂടി ഒക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. അപ്പോൾ ചിക്കൻ അവിടെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പിന്നെ ദോശ ഉണ്ടാക്കുകയാണ്, ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കടിയാണ് കേട്ടോ ചിക്കൻ റോൾ. എനിക്ക് അധികവും ഞാൻ ഉണ്ടാക്കാത്തതാണ്. അപ്പോൾ ഇന്ന് ഒരു ദിവസം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത്. വീട്ടിലുണ്ടായ കർമൂസ തന്നെയാണ്. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ എടുക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് ഒഴിച്ചെന്ന് പറഞ്ഞാൽ ടേബിളിലേക്ക് ഒക്കെ കൊണ്ടുപോയി വെക്കാൻ ഏകദേശം ഇപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ 6:10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓരോന്നായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയും ബീഫ് കറിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരി വെക്കാനും കൂടെ ബാക്കിയുണ്ടായിരുന്നു ബാങ്ക് കൊടുത്തപ്പോഴേക്കും. അത് പിന്നെ രാത്രിയിൽ ചോറിൻ്റെ കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടതിന് എനിക്ക് കുഴപ്പമില്ലാത്തൊരു പ്രതികരണം കിട്ടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോക്ക് ഞാൻ അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നാരി സർബത്താണ് ഉണ്ടാക്കുന്നത്. ഇത് നോമ്പ് തുറന്നപാട് കുടിക്കാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കൻ റോൾ കുറച്ച് വെളുത്തിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റസ്ക് പൊടിക്ക് പകരം ഓട്സ് പൊടിയാണ് എടുത്തത്, അതുകൊണ്ടാണ്. പിന്നെ ഇതാ കുറച്ച് പൂള കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂളം കൊണ്ട് കുറച്ച് പുഴുക്കുണ്ടാക്കിയിട്ടോ. എല്ലാത്തിൻ്റെ അളവും കുറച്ചാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് മാത്രം മതിയാവുമല്ലോ. അതുകൊണ്ട് തന്നെ പത്തിരി ഇതാ ചുറ്റ് കാസറോളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പായിട്ട് എല്ലാം തന്നെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു നോമ്പ് തുറ തന്നെയാണിത്. സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ളവർ നമ്മളെ വീട്ടിൽ ഇതൊക്കെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു നോമ്പ് തുറ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പ് തുറ നമ്മൾ ചെറുതാക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില സമയത്ത് ഇത്രയൊന്നും ഐറ്റംസ് ഉണ്ടാക്കാറില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പം മക്കളും ഫസ്റ്റ് നോമ്പൊക്കെ പിടിച്ചിട്ട് പ്രതീക്ഷയോടെ നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഈ ഒരു ഉണ്ടാക്കലിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ അധികമായിട്ട് നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ
ദിവസം ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ഉള്ള ഐറ്റം എന്തൊക്കെയാണോ കയ്യിലുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണോ വാങ്ങാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഓരോ ദിവസം. അല്ലാതെ ഒരിക്കലും എനിക്കൊന്നും ഒരു ദിവസം പ്ലാൻ ചെയ്ത് ഇന്ന് ഇത് തന്നെ കറി, അല്ലെങ്കിൽ ഇന്ന് ഈ ഫ്രൂട്ട്സ് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ജ്യൂസ് തന്നെ ആക്കുക, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത്, നമുക്ക് എന്താണോ കയ്യിലുള്ളത്, ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നതും വിലയിലും എല്ലാം നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഐറ്റംസ് നോക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ഇപ്പോൾ മുന്തിരി അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങിയാലും ഈ ഫ്രൂട്ട്സൊക്കെ നമ്മളെ കർമൂസ ഉണ്ടല്ലോ, പപ്പായ, അതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതൊക്കെ ഒരുപാട് നമ്മളെ വീട്ടിൽ ഇനിയും ഉണ്ട്. അതുപോലെ തന്നെ നന്നാരി സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. ഇപ്പം തന്നെ നമുക്കൊരു ഫുഡ് പിന്നെ എന്താ അമിതമായിട്ട് കഴിക്കാൻ പറ്റില്ല. ആ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇപ്പം നല്ല ചൂടും അല്ലേ, ശരീരത്തിന് അത്യാവശ്യം വെള്ളം വേണ്ട ഒരു ടൈമാണല്ലോ. പിന്നെ നോമ്പില്ലാത്ത ആൾക്കാണ് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റ് കൂടുതൽ സോനുവിന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിച്ച് കറക്കി അവൻ ആ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ. ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാനുള്ളൊരു പിന്നെ ഞങ്ങളെ ഒന്ന് മയക്കിയിട്ട് ആ ഫ്രൂട്ട്സൊക്കെ ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയാണ്. ബാക്കിയൊന്നും അധികം വേണ്ട, ജ്യൂസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് അതൊന്നും കഴിക്കുന്നില്ല. പക്ഷേ ഫ്രൂട്ട്സിലേക്കാണ് അവൻ്റെ എപ്പോഴും കണ്ണുള്ളത്. പിന്നെ കുറേ കൊടുക്കുമ്പോൾ വല്ല ഫുഡ് ഇൻഫെക്ഷൻ ആവുമെന്ന് പേടിച്ചിട്ട് ഞാൻ മാറ്റി വയ്ക്കലുണ്ട്. അത് ഇപ്പോൾ കൂട്ടത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന അവസരം മുതലാക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു വരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.